ഉത്തമ കുടുംബം തുടർ നാടകം. രചന ഉണ്ണികൃഷ്ണൻ മാടപ്പള്ളി. ശബ്ദം നൽകുന്നവർ ഡോക്ടർ തോമസ് മാത്യു, അമൽ രാജ് ദേവ്, സുരേഷ് നായർ, സെലിൻ കെ വി, ജയപ്രിയ ചിറക്കടവ്, ഷാജി വിൽസൺ. സംവിധാനം റൂബി ബാബു. ഉത്തമ കുടുംബം രണ്ടാം ഭാഗം. ഹലോ, ജിവി ചേട്ടാ. ഇവിടെ തന്നെ ഉണ്ട്. അച്ഛാ, ദാ സീരിയലിന്റെ കൺട്രോളർ വിളിക്കുന്നു. ഹലോ കൈമനം ജിബു. അപ്പോഴെല്ലാം പറഞ്ഞതുപോലെ. അതെ, ഷൂട്ടിംഗ് എന്ന് സ്റ്റാർട്ടാകും? ഓക്കെ മറ്റന്നാ മുതൽ. പിന്നെ അഡ്വാൻസ് ഇപ്പം തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ജിപേ ചെയ്യണം കേട്ടോ. ഓക്കെ. ഹലോ എവരിബഡി. എൻ്റെ മക്കളും മരുമക്കളും എല്ലാം വണ്ടർ അടിച്ചു പോയി അല്ലേ? ഒരു സംശയമാവാ, വീടും പൂട്ടിക്കൊണ്ട് ഇവിടുന്ന് സ്വദേശത്തേക്ക് പോയ ആ ജർമ്മൻകാരി ധാരാവിയിലെ വിജയനളിയന്റെ ഫ്ലാറ്റിൽ കഴിഞ്ഞിരുന്ന മാമന്റെ കയ്യിൽ എങ്ങനെ താക്കോലെത്തിച്ചു തന്നു? എടാ, അതിനവൾ ഇവിടുത്തെ എയർപോർട്ടിൽ നിന്നും നേരെ ജർമ്മനിയിലേക്കല്ലല്ലോ പറഞ്ഞത്. പിന്നെ യാത്രാമധ്യേ എൻ്റെ രണ്ടാം ഭാര്യ മുംബൈയിലിറങ്ങി എന്നോടൊപ്പം 2 ദിവസം കഴിഞ്ഞതിന് ശേഷമല്ലേടാ അവൾ അവളുടെ നേറ്റീവ് പ്ലേസിലേക്ക് പറഞ്ഞത്. അതെങ്ങനെയോ ആയിക്കോട്ടെ. പിന്നെ മാമ, ചാത്തനായിട്ടുള്ള നിങ്ങളുടെ ആ വീട് കുറേ കാലം കൊണ്ട് അടച്ചിട്ടിരിക്കുകയല്ലേ? അതെ, ആള് താമസമില്ലാതെ അതങ്ങനെ അടച്ചിട്ടിരുന്ന അവിടെ ഒത്തിരിയും ചെതിലെടുത്തു പോവില്ലേ മാമ? ഉള്ളതാണല്ലോടെ. നിങ്ങൾ പറഞ്ഞതുപോലെ എത്രയും വേഗം ആ കെട്ടിടമെല്ലാം ഒന്ന് മെയിൻ്റനൻസ് നടത്തിയിട്ട് വേണം അച്ഛൻ അങ്ങോട്ട് താമസം മാറാൻ അല്ലേ? അതെ, അത് തന്നെയാണ് നല്ലത്. അയ്യടി മനമേ, അവിടുത്തെ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി കഴിഞ്ഞിട്ട് വേണം ആ വീട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കേണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞു വന്നത്. ചുരുക്കത്തിൽ എൻ്റെ മദാമ്മ അങ്ങ് ജർമ്മനിയിൽ നിന്ന് ഇവിടെ എത്തുന്നത് വരെ അച്ഛനെ ഞങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് സാരം. മറ്റാരെ അല്ലല്ലോടി മോളെ, സ്വന്തം പിതാമകനെ തന്നെ അല്ലേ. ചുമ്മാ തങ്ങ് സഹിച്ചേരുന്നേ. വിത്ത് പ്ലഷർ. ഹലോ, അതേ പ്രിയയുടെ വീടാണ്. ആൾ അടുക്കളയിലുണ്ടല്ലോ. ഞാൻ ഹസ്ബൻഡാണ്, പ്രഭാ മഹേന്ദ്രൻ. ജോലി ബീച്ച് ജംഗ്ഷനിലെ ടാക്സി ഡ്രൈവറാണ്. ഞാൻ വിളിക്കാം. എടീ പ്രിയതമേ, പ്രിയേ. എന്ത് വേണം പ്രിയക്ക്? ഞാൻ അവിടെ പുട്ടിനുള്ള മാവിളക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അതൊക്കെ പിന്നെ ഇളക്കാം. നിനക്കൊരു ഫോണുണ്ട്. ഹലോ, പ്രിയ സ്പീക്കിംഗ്. നേരാണോ? ഓക്കെ സാർ, ഇപ്പൊ തന്നെ വന്നേക്കാം. ഷോ കോൾ അടിച്ചു പ്രഭേ. എന്താടി, നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ? അതിനിവിടെ ആര് ലോട്ടറി എടുക്കുന്നു? എന്താ ഇവിടെ ഒരു ആഹ്ലാദ പ്രകടനം? സൗമ്യേച്ചി എന്നെ നായികയാക്കാൻ പോണെന്ന്. അതേത് വിവരദോഷി അല്ല വിവേകശാലി. കലക്കിയല്ലോടി. സിനിമയാണോ സീരിയലാണോ? അതൊന്നും തെളിച്ച് പറഞ്ഞില്ല. എന്നെ ഹീറോയിനായിട്ട് സെലക്ട് ചെയ്ത ടീം ഇപ്പോൾ ജംഗ്ഷനിലുള്ള നമ്മുടെ ആസിഫ് അലിയുടെ തട്ടുകടയിലുണ്ടെന്ന്. ആണോ? തട്ടുകടയിലോ? എന്നാ പിന്നെ അതുപോലെ തട്ടിക്കൂട്ട് സെറ്റപ്പും ആയിരിക്കും. വിളിച്ചയാളുടെ സംസാരം കേട്ടിട്ട് സിനിമയാകാനാ സാധ്യത. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ദേ ഇങ്ങോട്ട് വിളിക്കുന്നു. ഹലോ സാർ. എന്നാ അങ്ങോട്ട് വരാനോ? ശരി, ഇതായിട്ട് കഴിഞ്ഞു. അതെ, അവർക്ക് വേറെ തിരക്കുള്ളത് കൊണ്ടേ നമ്മൾ ആ ആസിഫ് അലിയുടെ കടയുടെ മുമ്പിലേക്ക് ചെല്ലാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിടി പ്രിയേ. ചിലപ്പോ ഇവിടെ മുതലായിരിക്കും നിന്റെ രാശി തെളിയാൻ പോണത്. എനിക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ട് സൗമ്യേച്ചി. ശുഭസ്യ ശീക്രം എന്നല്ലേ. ഞാൻ വണ്ടി തിരിച്ചിടാം, നീ പെട്ടെന്ന് റെഡിയായിട്ട് വാ. ദാ വന്നു പ്രഭേട്ട. അതെ, വേഗം വേണം. എനിക്ക് 12 ഒരു എയർപോർട്ടിന് സവാരി ഉള്ളതാണേ. അയ്യോ, സംസാരിച്ചൊന്നും സമയം പോയത് അറിഞ്ഞില്ല. ഉച്ചയൂണിനുള്ള ചിക്കൻ തോരൻ ഒന്നും ആയിട്ടില്ല.
പ്രഭേട്ടാ, ഉം. സിനിമാക്കാരൻ തോന്നിക്കുന്ന ആരും ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ആ അത് ശരിയാണല്ലോടി. ഉം. വേണ്ട മാമ മാത്രം അവിടെ നിന്ന് ചായ കുടിക്കുന്നു. ഹലോ ഹലോ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആള് ദാ ഈ ഇരിക്കുന്ന മിസ്റ്റർ യാഹു. ഹായ്, നമസ്കാരം. ഞാൻ യാഹു വടക്കൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ആണ്. കൺട്രോളർ അല്ലേ? അല്ല അതായത് ഈ സിനിമയുടെയും സീരിയലിന്റെയും ഒക്കെ. അതിനാരും ഇവിടെ സിനിമയും മരുമകൾ അമ്മാവി പോര് സീരിയലും ചെയ്യുന്നു. പിന്നെ നിങ്ങൾ എന്നെ ഏത് വർക്കിലെ ഹീറോയിൻ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കേട്ടിട്ടില്ലേ? ഓ ഉണ്ട് വെടക്കൻ ഭായി. നോട്ട് വെടക്കൻ, മൈ നെയിം ഈസ് യാഹു വടക്കൻ. ഓ അതെന്തിനു തന്നെ ആയാലും ഇയാൾ പറഞ്ഞു കേട്ടിടത്തോളം മോളെ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഓഫ് കോഴ്സ്, ലക്ഷങ്ങൾ ബജറ്റ് ഇട്ടുകൊണ്ട് അരങ്ങേറാൻ പോകുന്ന ഞങ്ങളുടെ കരണഭാരം എന്ന. അല്ല വടക്കമ്പായി, ഈ കർണഭാരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്തോന്നാണ് ഈ കരണഭാരം? അതൊക്കെ എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ടൈറ്റിലിന്റെ വിശദീകരണമൊക്കെ തന്നോളാം. കരണഭാരം എന്ന ഞങ്ങളുടെ സൂപ്പർ ഹിറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലെ നൃത്തപ്രാധാന്യമുള്ള നായികാവേഷത്തിൽ മിസ്സിസ് പ്രിയ പ്രഭാകർ എന്ന് വിലസിയാലുണ്ടല്ലോ. മോളി കോളി ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ ഭാവതിയുടെ ഒരു ഡേറ്റിന് വേണ്ടി കാത്തുകെട്ടി കിടക്കും. അപ്പോഴെങ്ങനെയാണ് പ്രിയമോളെ, നീ ഓക്കെ അല്ലേ? ഓക്കെ ആണച്ചാ. അല്ല ഈ ക്യാഷ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്ന പരിപാടിയാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല മാമ. അതെ. വളരെ സന്തോഷം. അപ്പോൾ ഡയറക്ടറെ കാണാനും ഓഡിഷനിൽ പങ്കെടുക്കുവാനുമായി 2 ദിവസത്തിനകം തന്നെ പറയുന്ന സ്ഥലത്ത് നായിക എത്തിയേക്കണം. അതൊക്കെ ഞങ്ങൾ എത്തിക്കോളാം സാറേ. എന്നാ പിന്നെ ഒരു സെൽഫി ആയാലോ? വെരി ഗുഡ്. എ വെടക്കൻ സെൽഫി വിത്ത് ദി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കോർഡിനേറ്റർ. അങ്ങോട്ട് അതെ. ഞാനിങ്ങോട്ട്. എടുത്തോളൂ. മിസ്റ്റർ പ്രഭാകരൻ ബീച്ച് ജംഗ്ഷനിലേക്കാണോ? എങ്കിൽ എന്നെ കൂടെ അവിടെ വരെ ഒന്ന് കാറിൽ ഇറക്കിയാൽ കൊള്ളാം. ഓ അതിനെന്താ സാറേ, സാർ ഇങ്ങോട്ട് കയറണം. അയ്യോ സൗമ്യച്ചി, 2 മിനിറ്റിന് മുമ്പ് എത്തിയിരുന്നെങ്കിൽ ആ യാഹു സാറിനെ നിങ്ങൾക്ക് കാണാമായിരുന്നു. ആണോ? സാരില്ല, ഇത് സെൽഫി എടുത്തിട്ടുണ്ട്. നോക്കട്ടെ, ഇവരെ കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ടല്ലോ. അത് കാക്കിക്കുപ്പായക്കാരനായ നിന്റെ കണ്ണിൽ. ഞങ്ങളുടെ നോട്ടത്തിൽ ഈ വടക്കൻ കോർഡിനേറ്റർ ആള് എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടാണ് തോന്നിയത്, അല്ലേ മോളെ? ഹീറോയിന് കിട്ടാൻ പോണ എമൗണ്ട് എത്രയാണെന്ന് കേൾക്കണ്ടേ ചേച്ചി? ഓ വല്ല 10,000 മറ്റോ ആയിരിക്കും. ഛേ, 50,000. എന്റെ തല കറങ്ങുന്നു. ദേ, വീഴാതെ ഇങ്ങോട്ടൊന്ന് പിടിച്ചിരുത്തു സുരേഷേ. ചേച്ചി. മോളെ ഒന്ന് താങ്ങ്. ആ. ഡാ ആസിഫ് അലി, വേഗം ഒരു സോഡ ഇങ്ങെടുത്തേ. തട്ടുകടയിൽ എവിടെയാണ് മാമ സോഡ? ഏയ് കുഴപ്പമൊന്നുമില്ല, ഷുഗർ വല്ലതും കുറഞ്ഞതായിരിക്കും. എങ്കിലൊരു ചൂട് ചായ മധുരം കൂട്ടി അങ്ങ് എടുക്കാൻ പറഞ്ഞേ സുരേഷ് ഏട്ടാ. ഡേയ് ആസിഫേ, മധുരം കൂട്ടി ഒരു സ്ട്രോങ് ടീ ഇങ്ങ് പോരട്ടെ. എടി പ്രിയേ, ഈ 50,000 എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ? ഓ അപ്പൊ അതിൻ്റെതായിരുന്നല്ലേ ഈ തലചുറ്റല്? കുസുമവദന മോഹസുന്ദര എൻ മദന ലളിത ഗാനവല്ലഭ. മുറ്റമടിക്കുന്ന ചേച്ചി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അല്ലത് യാഹു സാറല്ലേ? അപ്പോഴാളിന് പിടികിട്ടി. പക്ഷെ നമ്മൾ തമ്മിൽ ഇതിനു മുൻപ് മുഖാമുഖം കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ. ഈ ഇടയ്ക്ക് ആസിഫ് അലിയുടെ തട്ടുകടയ്ക്ക് മുമ്പിൽ വെച്ച് സാർ ഇന്റർവ്യൂ ചെയ്ത പ്രിയയില്ലേ? അതെ, എന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലെ പുതുമുഖ നായിക. ഞാൻ അവളോട് ചേച്ചിയാ, സൗമ്യ. പേര് പോലെ തന്നെയാണല്ലോ ആളും, സൗമ്യ. സൗമ്യ ഭാവം. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ലില്ല, ഞാൻ വെറുതെ ഇങ്ങനെ. വേണമെന്നില്ല, ഞാൻ വരുമ്പോ സൗമ്യ മൂളിക്കൊണ്ടുന്ന ആ പാട്ടൊന്ന് പ്ലീസ് ഒന്ന്.
കുസുമവദന മോഹസുന്ദര. ആഹാ, അത് തന്നെ. നിങ്ങൾ ഈ പാട്ടൊന്ന് ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിലൊന്ന് പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര ലൈക്ക് കിട്ടുമെന്ന് അറിയാമായിരുന്നോ? ഹോ, അതെയല്ലേ. പിന്നെ അങ്ങനെയല്ലേ ഇപ്പൊ ഓരോ കലാകാരന്മാരും കലാകാരികളും പ്രശസ്തരാകുന്നത്. ബൈ ദ ബൈ, ജോലി എന്തെങ്കിലും? ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് സാറേ. ഇവിടെ അടുത്തുള്ളൊരു പാർലറിലാണ് വർക്ക് ചെയ്യുന്നത്. ആളൊരു അവിവാഹിതയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഹസ്ബൻഡ് പോലീസാണ് സാറേ. ചേച്ചിയുടെ ഒരേ ഒരു മോള് +2 ആയി. കയറിയിരിക്കണം യാഹു സാറേ, ഞാൻ ചായ എടുത്തിട്ട് വരാം. പ്രിയ, സംസാരിച്ചു നിൽക്കാൻ ഒട്ടും സമയമില്ല. ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതെന്താ സാർ ഇത്രയ്ക്ക് എമർജൻസി? ഞങ്ങളുടെ ഡയറക്ടർ സഞ്ജയ് കുമാറിന് ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിന് ഹൈദരാബാദിലേക്ക് പോയേ തീരൂ. അതിന് ഞാൻ എന്ത് വേണമെന്നാണ് സാർ? ആഹാ, അത് ശരി. സാറ് കയറി ഇരുന്നില്ലായിരുന്നോ? ദേ ചായ. അതൊക്കെ പിന്നീടാകാം. ഞാൻ അല്പം ധൃതിയിലാണ് സൗമ്യ. അല്ല, വടക്ക സാർ ഇതുവരെ കാര്യം വ്യക്തമാക്കിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ പ്രിയേ, എത്രയും വേഗം ഡയറക്ടറെ കൊണ്ട് എനിക്ക് എയർപോർട്ടിൽ എത്തിയേ പറ്റൂ. അതുകൊണ്ട് പ്രിയയുടെ ഹസ്സിനോടൊന്ന് പറഞ്ഞ നിങ്ങളുടെ കാറിൽ ഞങ്ങളെ ഒന്ന്. അയ്യോ സോറി സാറേ, പ്രഭ വണ്ടി ഇവിടെ ഇട്ടിട്ടേ ഒരു കൂട്ടുകാരന്റെ 2 വീലറിൽ കയറി കുറച്ചു മുമ്പ് എവിടേക്കോ പോയല്ലോ. ഉത്തമ കുടുംബം തുടർ നാടകം 2ാം ഭാഗം സമാപിക്കുന്നു. രചന ഉണ്ണികൃഷ്ണൻ മാടപ്പള്ളി. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ജഗൻജി, ഡോക്ടർ തോമസ് മാത്യു, പ്രഭ മഹേന്ദ്രൻ, അമൽ രാജ് ദേവ്, സൗമ്യ, സെലിൻ KV, പ്രിയ, ജയപ്രിയ ചിറക്കടവ്, സുരേഷ് നായർ, യാഹു വടക്കൻ, ഷാജി വിൽസൺ. സംവിധാന സഹായം VN ദീപ, ബിജു കല്ലുവാതിക്കൽ, N സുനിത. ഈ നാടകത്തിന്റെ 3ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.